ഇപ്പോൾ വേനൽക്കാലമൊക്കെ തുടങ്ങാറായില്ലേ? ഇപ്പം തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടിന് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റ് ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുള്ള ക്യാരറ്റ് ജ്യൂസാണ്. കുറച്ച് ഫ്ലേവറൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 ക്യാരറ്റ് ഉണ്ട്. അതിൽ 4 എണ്ണം അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉള്ളതാണ്, 2 എണ്ണം കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മൂത്ത ക്യാരറ്റ് എടുക്കാൻ പാടില്ല. അത്യാവശ്യം ഇളം ക്യാരറ്റ് എടുക്കുക. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക. വാടിപ്പോയതോ അല്ലെങ്കിൽ ക്രാക്ക് വീണതോ ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിന് ഒരുമാതിരി സ്മെല്ല് വരും. അപ്പോൾ ഈ ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പീൽ ചെയ്ത് കളയുക തൊലിയൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരു പിടി ബാദാം, അതായത് ആൽമണ്ട്, വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മിക്സി കേടായി പോവും. അപ്പോൾ ഞാൻ എല്ലാ ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ജ്യൂസറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ജ്യൂസർ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുക്കാവുന്നതാണ് ഈ ക്യാരറ്റൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ നമ്മൾ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം മിക്സിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിതിനകത്തേക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ബാദാം ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ ഈ ജ്യൂസിനകത്ത് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പിന് അധികം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ അരച്ചെടുക്കാൻ പാകത്തിന് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ബാക്കി വെള്ളം ഞാൻ ചേർക്കും. ഏകദേശം 1 ഗ്ലാസ് വരെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അത് ഞാൻ എന്തായാലും ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്യണം. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ ജ്യൂസ് ഫിൽറ്റർ ചെയ്യാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഹെൽത്തിയും അതാണ്. അപ്പം അത് നിങ്ങളുടെ താല്പര്യം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞാനിതൊന്ന് ഫിൽറ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജ്യൂസറിൻ്റെ ഫിൽറ്റർ വെച്ചിട്ടൊന്ന് ഇത് അരിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് മധുരം ചേർക്കാം. അപ്പോൾ ഇത് ഞാനൊരു അരിപ്പയിൽ അരിച്ചെടുക്കുവാണ്. അപ്പോൾ ജ്യൂസറിൻ്റെ അരിപ്പ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ദ്വാരങ്ങൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടുള്ള ആ ഒരു ഫൈബറൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്, അതിനൊരു മധുരം ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാരറ്റിനും ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് മധുരം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആ ക്യാരറ്റൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാതി മധുരം അതിൻ്റെ കൂടെ അങ്ങ് പോവും. അതുകൊണ്ട് എല്ലാം ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രം മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ചേർത്തതുകൊണ്ട് അതിനകത്ത് പഞ്ചസാര ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തേനാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഒരുപാട് ഷുഗർ നമ്മളങ്ങനെ കൺസ്യൂം ചെയ്യില്ല. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തേൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ തേനൊക്കെ അടിയിൽ ഇങ്ങനെ കിടക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെയും ബാദാമിൻ്റെയൊക്കെ ഫ്ലേവർ കൂടിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ
ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ സമ്മറൊക്കെ വരാറായി, നല്ല ചൂടല്ലേ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല, സമ്മറിൽ മാത്രമൊന്നുമല്ല, നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്, നല്ലൊരു ഫ്ലേവറുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ തന്നെ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സുതൺമനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്